ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു 38-കാരനായ ലിയോ മെസ്സി വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക്കുമായി കളം നിറഞ്ഞത്. പല റെക്കോർഡുകളും അന്ന് ലിയണൽ മെസ്സി ആ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ തകർത്തെറിഞ്ഞു. മെസ്സിയുടെ 5-ാം മിനിറ്റിലെ ഗോൾ ഓഫ് സൈഡ് ആകുന്നുണ്ട്. ആ ഗോളിൽ തന്നെ വ്യക്തമായിരുന്നു ലിയോ അഴിഞ്ഞാടുമെന്നുള്ളത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ലിയോ 17-ാം മിനിറ്റിൽ മനോഹരമായ ഗോളോടെ കളം നിറഞ്ഞു. ലിയോ മെസ്സിയുടെ ആദ്യ ചുവടുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു സ്കലോണി മെസ്സിക്കായി ഒരു ഫ്രീ റോൾ ഒരുക്കിയിട്ടുണ്ടെന്ന്. ഒരു ഫ്രീ റോൾ മിഡ്ഫീൽഡർ. എന്താണ് ഫ്രീ റോൾ മിഡ്ഫീൽഡർ എന്ന്? സാധാരണയായി ഓരോ താരങ്ങൾക്കും ഒരു യഥാർത്ഥ പൊസിഷൻ ഉണ്ടാകും. പക്ഷേ ഫ്രീ റോൾ താരത്തിന് അങ്ങനെയല്ല. ടാക്ടിക്സിൽ പൊസിഷൻ ഉണ്ടെങ്കിലും ടീമിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മൈതാനത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നീങ്ങാൻ സ്വതന്ത്രമുള്ളവനാണ് ഫ്രീ റോൾ മിഡ്ഫീൽഡർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരത്തിനിടെ ചിലപ്പോൾ ലിയണൽ മെസ്സിയെ നമ്മൾ ഡിഫൻസീവ് മിഡായി കണ്ടേക്കാം, റൈറ്റ് വിങ്ങിൽ ലിയോ മെസ്സിയുടെ യഥാർത്ഥ പൊസിഷനിൽ കണ്ടേക്കാം, സെക്കൻഡ് സ്ട്രൈക്കറായി കണ്ടേക്കാം, സെൻട്രൽ ഫോർവേഡായി കണ്ടേക്കാം. മെസ്സി പന്ത് സ്വീകരിച്ച പല പൊസിഷനും അറ്റാക്കിംഗ് മിഡിനോട് ചേർന്ന പൊസിഷൻ ആയിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടേക്കാം. എല്ലാ താരങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന പൊസിഷൻ അല്ല ഇത് എന്ന് ഫുട്ബോൾ ലോകത്തെ എല്ലാവർക്കും അറിയാം. അവിടെയാണ് ലിയോ മെസ്സി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന് ആ പൊസിഷനുകളെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാം. മുമ്പ് പെപ്പ് ഗാർഡിയോള പറഞ്ഞതുപോലെ നമ്പർ 11, നമ്പർ 10, നമ്പർ 9, നമ്പർ 7, നമ്പർ 6, നമ്പർ 5 എന്നിവയെല്ലാം മെസ്സിയാണെന്ന് മുമ്പ് പെപ്പ് പറഞ്ഞിരുന്നു. ആ വാക്ക് ഇവിടെയും കടമെടുക്കുകയാണ്. അൾജീരിയക്കെതിരായുള്ള മത്സരത്തിൽ മെസ്സി അർജന്റീനയുടെ റൈറ്റ് വിങ് ബാക്കിൻ്റെ പൊസിഷനിൽ വരെ എത്തി പന്ത് റിസീവ് ചെയ്യുന്ന കാഴ്ച കണ്ടിരുന്നു. ഡിഫൻസീവ് മിഡ് പൊസിഷനിലെത്തി പന്ത് റിസീവ് ചെയ്ത് മധ്യനിരയിലേക്ക് സപ്ലൈ ചെയ്യുന്ന കാഴ്ച കണ്ടിരുന്നു. എല്ലാം ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. മെസ്സിയെ ഫ്രീ റോളാണ് സ്കലോണി ഏൽപ്പിച്ചതെന്നതിനുള്ള ഉത്തമ ഉദാഹരണം. ഇങ്ങനെയൊരു പൊസിഷൻ കൈകാര്യം ചെയ്താൽ എതിർ ടീം ഡിഫൻഡർമാർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാകും. സ്കലോണിയുടെ ഫോർമേഷൻ ലിയോ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലാണ് കളിക്കുന്നത്. പക്ഷേ മെസ്സിയെ കാണുന്നതോ മധ്യനിരയിലാണ്. മെസ്സിയെ തടയാനോ അല്ലെങ്കിൽ അർജന്റീൻ ഡിഫൻസിനെ മാർക്ക് ചെയ്യാനോ മുൻകൂട്ടി തയ്യാറായി വന്ന എതിരാളികളുടെ സിസ്റ്റത്തിനെ തകർക്കുന്നതാണ് ഈ പ്ലാന്. ഒരു സെൻട്രൽ ബാക്ക് മെസ്സിയെ പിന്തുടർന്നാൽ പിന്നിൽ സ്പേസ് തുറക്കും. ഇനി ഒരു മധ്യനിരക്കാരൻ മെസ്സിയെ മാർക്ക് ചെയ്യാമെന്ന് കരുതിയാൽ മധ്യനിരയിലെ സ്പേസ് കൂടുകയുള്ളൂ. ലിയോയെ ആര് മാർക്ക് ചെയ്യണമെന്ന വലിയ ആശയക്കുഴപ്പം എതിർ ടീമിനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മെസ്സിയെ തടയാൻ ആശയക്കുഴപ്പമുണ്ടായാൽ അത് ഉപകാരപ്പെടുക അർജന്റീൻ മധ്യനിരക്കാണ്. അവർക്ക് അനായാസം പന്തു തട്ടാം. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു മെസ്സി മധ്യനിരയിലേക്ക് ഇറങ്ങി പന്ത് സ്വീകരിക്കുന്നു. എതിരാളികളുടെ ഒരു മിഡ്ഫീൽഡർ അദ്ദേഹത്തെ ക്ലോസ് ചെയ്യാൻ പോകുന്നു. അത് സംഭവിക്കുന്ന നിമിഷം തന്നെ ആ മിഡ്ഫീൽഡർ വിട്ടുപോയ സ്പേസിലേക്ക് അർജന്റീൻ താരം കൃത്യമായി ഓടിക്കയറുന്നു. മെസ്സിക്ക് ആ സ്പേസ് കണ്ടെത്താൻ ഒരു നിമിഷം മാത്രം മതി. അവിടെ നിന്നാണ് അർജന്റീൻ ആക്രമണങ്ങൾ തുടങ്ങുന്നത്. അതായത് മെസ്സി പന്ത് തട്ടുന്ന ഓരോ നിമിഷവും എതിരാളികളുടെ പ്രതിരോധത്തെ കീറി മുറിച്ചുള്ള ത്രൂ ബോളുകളും ഹൈ ബോളുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. സ്കലോണി ആശാന്റെ ഫോർമേഷനിൽ മെസ്സി മുന്നേറ്റ നിരയിൽ തന്നെയായിരിക്കും. പക്ഷേ കളിക്കളത്തിൽ പ്ലാൻ മാറും. മെസ്സി ഒരു ഫ്രീ റോളിൽ കളി മെനയും. മെസ്സിയെ തടയാൻ ഡിഫൻഡർ ഉപയോഗിക്കണോ മധ്യനിര താരത്തെ ഉപയോഗിക്കണോ എന്ന് എതിർ ടീമിന് ആശയക്കുഴപ്പം ഉണ്ടാകും. ഈ വേൾഡ് കപ്പിൽ ഇനിയും നമ്മൾ പലതവണ കാണാനിരിക്കുന്ന കാഴ്ചകളിൽ ഒന്നുകൂടിയാണിത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.